ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് KFC സ്റ്റൈൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ ഇതൊരു 3-4 വട്ടം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ KFC സ്റ്റൈൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഇതുപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് സ്കിന്നുള്ളതും സ്കിന്നില്ലാത്തതും രണ്ടും ഉപയോഗിക്കാം. അപ്പം ഞാൻ സ്കിന്നില്ലാത്തതാണ് ചിക്കൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് മാരിനേഷന് വേണ്ട കാര്യങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടു. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം ഈ ഒരു പൊടിയും കൂടെ ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് പൊടിച്ചതാണ്. അത് ഡ്രൈ പൊടിച്ച പൗഡറാണ് പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതൊരു കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പം ഞാനിത് രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം രാത്രി ഡിന്നറിനാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 7-8 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത്. അപ്പോൾ എത്ര നേരം വെക്കുന്നു അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് ഓവർനൈറ്റ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ചിക്കൻ 1 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊരു 3-4 വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വീട്ടിൽ നമുക്ക് ഓൾമോസ്റ്റ് KFC പോലെ സെയിം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് KFC പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാനത് കവർ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത്. നിങ്ങൾ 2 മണിക്കൂറൊക്കെ വെക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുവാണ്. 2 മണിക്കൂർ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞാനതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു ലിക്വിഡ് ബാറ്ററും ഉണ്ടാക്കണം, നമുക്കൊരു ഡ്രൈ ഒരു ബാറ്ററും ഉണ്ടാക്കണം. അപ്പോൾ ലിക്വിഡ് ബാറ്ററിനായിട്ട് ആദ്യം വേണ്ടത് 2 മുട്ട. അപ്പോൾ 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഫുൾ മുട്ടയെ. അതിനുശേഷം വേണ്ടത് ഈ ഒരു ക്ലബ് സോഡ, നമ്മുടെ സാധാരണ സോഡ ഉണ്ടല്ലോ, സോഡ വേണം. അപ്പോൾ ഈ ഒരു ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ചിക്കനും ആവാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ സോഡ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻ ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫുൾ ക്യാൻ യൂസ് ചെയ്തു. അപ്പം മുട്ടയായി, ക്ലബ് സോഡയായി, 2 മുട്ട, ക്ലബ് സോഡ, പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദ. അപ്പോൾ 1/2 കപ്പ് മൈദയും കൂടെ ഇട്ടു. അതിനുശേഷം ഉപ്പും കുരുമുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിന് ഇടുക. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. അത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതിലും ഡിപ്പ് ചെയ്ത്, പിന്നെ നമ്മുടെ ഡ്രൈ മിക്സ്ചറിലും ഡിപ്പ് ചെയ്ത്, 2 ബാറ്ററിലും ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് മിക്സ് റെഡിയായി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1/2 കപ്പിൻ്റെ 2 കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദപ്പൊടി ആദ്യം തന്നെ വേണം. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലേവറിങ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം. ഉപ്പിടുക, കുരുമുളക് ഇടുക, അതിനുശേഷം കുറച്ച് നമ്മുടെ ഹെർബ്സും കാര്യങ്ങളൊക്കെ ചേർക്കുക. അപ്പോൾ ആദ്യം തന്നെ പാപ്രിക്ക പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഗാർലിക് പൗഡർ അതും ചേർക്കുക. അപ്പോൾ പാപ്രിക്ക പൗഡർ ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ചേർത്തു. ഇത് ജിഞ്ചർ പൗഡറാണ്, അപ്പോൾ അതും 1/2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ഓണിയൻ പൗഡർ വേണം, അതും 1/2 ടീസ്പൂൺ ചേർത്തു. പിന്നെ വേണ്ടത് കൈൻ ചില്ലി പൗഡർ എന്ന് പറയുന്നതും ഞാനൊരു കുറച്ച്, നിങ്ങൾക്ക് കാണാം, കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിലാണെങ്കിലും മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ മിക്സഡ് ഹെർബ്സ്, ഇത് ഒറിഗാനോ, ബേസിൽ, പാർസ്ലി എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു മിക്സാണ്. അപ്പോൾ അതും ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളും ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗാർലിക് സോൾട്ട്, അപ്പോൾ ഇത് ഗാർലിക് ഗ്രാനുവൽസ് ഉള്ളൊരു സോൾട്ടാണ്. അപ്പോൾ അതും ഞാൻ ചേർത്തു. പിന്നെ വേണ്ടത് ഒറിഗാനോയും ബേസിലും ഞാൻ എക്സ്ട്രാ കുറച്ച് ചേർക്കുന്നുണ്ട്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട്. പിസ്സയുടെ
മസാലയൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന കാര്യങ്ങളാണ് ബേസിൽ ലീവ്സും ഒറിഗാനോയും. അപ്പോൾ അത് ഞാൻ കുറച്ച് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് മിക്സ്ചർ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കണ്ടു പേടിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇനി നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നത് കോൺഫ്ലെക്സ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ KFC ചിക്കൻ്റെ പുറമേ ഉള്ള ആ ഒരു ഫ്ലേക്കി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള പുറത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ വരാനായിട്ടാണ് നമ്മൾ കോൺഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട്, ഓട്സ് യൂസ് ചെയ്യാം, അങ്ങനെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ കോൺഫ്ലെക്സ് യൂസ് ചെയ്താണ് ഈ ഒരു 3-4 വട്ടം ഉണ്ടാക്കിയപ്പോഴും ഉണ്ടാക്കിയത്. നല്ല ക്രിസ്പി ആയിട്ട് വരും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പൊടിച്ച് ഒരു പ്ലേറ്റിൽ ഞാൻ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൽ കോട്ട് ചെയ്തെടുക്കണം അവസാനം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഞാൻ കോൺഫ്ലെക്സ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ നമ്മുടെ ഡ്രൈ മിക്സ്ചർ അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാനൊരു പ്ലേറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വലിയൊരു പാൻ തന്നെ എടുക്കണം. എന്നിട്ട് അതിൽ നന്നായിട്ട് എണ്ണ, അപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. KFC ചിക്കൻ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിക്കുക. പിന്നെ അത് നന്നായിട്ട് ചൂടായതിനു ശേഷമേ ചിക്കൻ ഇടുകയും ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറമേ ഉള്ള കോട്ടിങ്സ് അങ്ങ് ഇളകിപ്പോവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോ ചിക്കനായിട്ട് കോട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതെങ്ങനെയാണ് കോട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം തന്നെ ഒരു ചിക്കൻ എടുത്തിട്ട് ഒരു ചിക്കൻ പീസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ചിക്കനെ നമ്മൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു മിക്സിലേക്ക് ഇടുക. എന്നിട്ട് അതും നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ എക്സസ് ആയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മാറ്റുക, കളയുക. ഇതുപോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് അത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്, അപ്പോൾ 2 വട്ടം കോട്ട് ചെയ്തെടുക്കുക. എന്നാലേ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള KFC സ്റ്റൈൽ ചിക്കൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിൽ ഇത് വെച്ചിട്ട് നമ്മൾ അപ്പോൾ മറ്റേ കൈ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ഒന്ന് കുഴഞ്ഞു പോവും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റിൽ ഡിപ്പ് ചെയ്ത് എടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ കോൺഫ്ലെക്സിൽ അവസാനം ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ പീസസും കോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ കോൺഫ്ലെക്സിൻ്റെ ഇത് നന്നായിട്ട് എല്ലാ സൈഡിലും കോട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ ആ KFC സ്റ്റൈലിൽ ഫ്ലേക്കി ആയിട്ട് വരുന്നൊരു ഇത് ക്രിസ്പി ആയിട്ട്. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഈ കോട്ട് ചെയ്ത കാര്യം നമുക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോ പീസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായല്ലോ എന്നറിയാനായിട്ട് ഇതുപോലൊരു ബാംബൂ സ്റ്റിക്ക് നിങ്ങളൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് ചുറ്റും ബബിൾസ് വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അങ്ങോട്ടിടാം. പിന്നെ ഈ പീസസ് ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിം ആക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് എങ്കിലും എടുക്കണം. കാരണം ഇത് ഉള്ളു വേവണ്ടേ. അപ്പം ആദ്യം ഇട്ടതിന് ശേഷം നിങ്ങൾ തീ ലോ ഫ്ലെയിം ആക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ നമ്മൾ പുറമേ നന്നായിട്ടങ്ങ് ബ്രൗൺ ആവും, അകമേ വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റോളം ഞാനിങ്ങനെ തന്നെ ഇട്ടു കേട്ടോ. അകം വേവണമല്ലോ, കാരണം നല്ലൊരു വലിയ സൈസും അല്ലേ പീസസ്. നമുക്ക് നന്നായിട്ട് ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കുക, എല്ലാ ഭാഗവും നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 15 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം അകമേയും വെന്ത് കാണും. കാരണം 15 മിനിറ്റ് അത്രയും സമയം ഞാനിപ്പോൾ ഒരു 3-4 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത്രയും സമയം അതിന് വേണ്ടുള്ളൂ. ചിക്കൻ നന്നായിട്ട് ഉള്ളിൽ വെന്തിട്ടുണ്ടാവും. അപ്പം ഞാനത് എടുത്ത് മാറ്റുവാണ്.
അത് കഴിഞ്ഞിട്ട് അടുത്ത പീസസ് കൂടെ ഞാൻ ഇതുപോലെ ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ്, എളുപ്പമാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും അരിയോ പിടിക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ളൊരു ഐറ്റമാണ്. പിന്നെ അടുത്ത പീസസ് കൂടെ ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കെച്ചപ്പും മയണൈസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആയിട്ടാണ് സെർവ് ചെയ്തേക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഹസ്ബൻഡും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ അതിൻ്റേതായ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചിലത് വീട്ടിൽ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് നോക്കുക, അല്ലെങ്കിൽ ആമസോണിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഉള്ളൊക്കെ കാണാൻ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ KFC സ്റ്റൈൽ ചിക്കൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe to my YouTube channel. See you all. Bye.